വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവം കഴിഞ്ഞ് 2.5 മാസത്തിനു ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തു വന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ്. വലിയൊരു കഷ്ണമായിരുന്നു. ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രൈം ടൈമിൽ കണ്ടല്ലോ. ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറുടെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ച് യുവതി പരാതി കൊടുത്തിരുന്നു. ഇന്നലെ 24 ആണ് യുവതിയുടെ ദുരനുഭവം പുറത്തുവിട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്തെ മന്ത്രി OR കേളു അദ്ദേഹം പറഞ്ഞു നടപടികളൊക്കെ എടുക്കും, അന്വേഷണം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. എന്തായാലും ഇത് വളരെ ഒരുപക്ഷെ ഈ പാണ്ടിക്കടവിലാണല്ലോ ഈ സംഭവം, അവിടെയാണല്ലോ സുർജിത്ത് ഇപ്പം നിൽക്കുന്നത്. പാണ്ടിക്കടവിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? പരാതിക്കാരി ഇനി പുതിയ നീക്കം എന്താണ് നടത്താൻ പോകുന്നത്? ആരോഗ്യവകുപ്പിലെ ആരെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാൻ ഉള്ളത് പാണ്ടിക്കടവിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ SKN പ്രൈം ടൈം ഷോയിലാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ചികിത്സാ പിഴവ് തന്നെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം 23-ാം തീയതി പെൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ വേദന ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 2 തവണ ഇതിനിടെ മെഡിക്കൽ കോളേജിലേക്ക് പോയി 2 തവണയും സ്കാൻ ചെയ്യാൻ കൂട്ടാക്കിയില്ല ഡോക്ടർ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു തുണിക്കഷ്ണത്തിന്റെ വിവരം സ്കാൻ ചെയ്താൽ അറിയുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃത്യവിലോപമായി ചൂണ്ടിക്കാട്ടുന്നത്. വിഷയത്തിൽ മന്ത്രി OR കേളു ഇടപെട്ടിട്ടുണ്ട്. സ്ഥലം MLA കൂടിയാണ്. അദ്ദേഹം അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ, അമ്മ അടക്കമുള്ള ബന്ധുക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. അവരിലേക്ക് നമുക്ക് പോകാം. ഈ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ പരാതി കൊടുത്തത്? 23-ന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഭയങ്കര വയറുവേദനയായിരുന്നു. വയറുവേദനത്തിൽ ഇവർക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. എന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞ് നല്ലോണം വെള്ളം കുടിച്ചാൽ മതി, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെയും വയറുവേദനയായിട്ട് പിന്നെയും പോയി ആശുപത്രിയിൽ. പിന്നെയും അങ്ങനെ തന്നെ പറഞ്ഞ് നല്ലോണം വെള്ളം കുടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല എന്നിട്ട് പിന്നെയും വിടുകയും ചെയ്തവർ. 2 പ്രാവശ്യം പോയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. ഭയങ്കര വേദനയായി. നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റുന്നില്ല. അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കിപ്പോൾ ബാത്റൂം പോകണമെന്നിട്ട് അങ്ങനെ ബാത്റൂം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ പിടിച്ചിട്ടുമില്ലൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 29-ാം തീയതി ആണല്ലോ ഇത് പുറത്തു വന്നത് തുണിക്കഷ്ണം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം? ഇതുപോലെ തന്നെ വയറുവേദനയായിട്ട് ബാത്റൂം പോയാൽ വലിയൊരു തുണിക്കഷ്ണം ഇങ്ങോട്ട് വന്നു, ഒരു റോളടക്കം ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മൾ പരാതി കൊടുത്തു. നമ്മൾ പരാതി കൊടുത്തിട്ട് അന്ന് ആ ഡോക്ടർ ഇല്ലായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞ് പിറ്റേ ദിവസം പോയപ്പോൾ അതേ ഡോക്ടറെ തന്നെ കണ്ടു. ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എന്തോ ഇനിയും ഇതിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് ഇവള് പറയുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സ്കാനിങ് ചെയ്യണം. എന്നിട്ട് പിന്നെ സ്കാനിങ് ചെയ്തവര്. പരാതി കൊടുത്തിട്ടും ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്? എന്താണ് നിങ്ങൾക്ക് നീതി കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനി ഇതേപോലെ ഒരു അവസ്ഥ ആർക്കും വരരുത്. അത്രയും അസഹനീയമായിട്ടുള്ള വേദനയായിരുന്നു. വേദന സഹിക്കാൻ പറ്റാതെ അവൾ അത്രയും വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചതാണ്. ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നീതി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും SKN യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതായത് 2 തവണ സ്കാനിങ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തുണിക്കഷ്ണം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്, വയറിനകത്ത് ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് കൃത്യവിലോപമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതും. സ്വാഭാവികമായും ഇതിൽ കൃത്യമായ രീതിയിലുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിന് മുന്നിൽ സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിലുള്ളൊരു വേദന ഈ ഘട്ടത്തിലെല്ലാം തന്നെ 75 ദിവസത്തോളം വേദന അനുഭവിക്കേണ്ടി വന്നു ഈ പെൺകുട്ടി എന്നുള്ളതാണ്. 21 വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള നടപടിയും അന്വേഷണവും വേണമെന്നുള്ളതാണ്. മന്ത്രി OR കേളു ഇന്നലെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം 24 ന്യൂസിനോട് പറഞ്ഞത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് 24നോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും ആ നടപടിയിലേക്ക് കടക്കണം, അത് വേഗത്തിലാകണം എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത്. SKN പാണ്ടിക്കടവിൽ നിന്നാണ് നമ്മുടെ സുർജിത്ത് അയ്യപ്പത്ത് ചേർന്ന ഇത്രയും വലിയ ഒരു തുണിക്കഷ്ണമാണ് ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇവർ വേദന സഹിക്കാനാവാതെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോഴും ഇല്ല ഈ ഗുളികയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഒരു സ്കാൻ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തുണിക്കഷ്ണം പെട്ടുപോയതായിട്ട് അറിയാമായിരുന്നു. ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പ്രസവമൊക്കെ ഒരേ സമയം എടുക്കുന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം ചിലപ്പോൾ കൈപ്പിഴ പറ്റുമാണെന്ന്. ഇതിനകത്തെ കൈപ്പിഴ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ക്ലറിക്കൽ എററായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു മനുഷ്യ സ്ത്രീയുടെ ജീവനും വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അപരാധങ്ങൾ നടക്കാൻ പാടില്ല. അറ്റ്മോസ്റ്റ് കെയർ വേണ്ട ഒരു രംഗമാണ് ആരോഗ്യ മേഖല.